നമസ്കാരം. ആപ്റ്റിറ്റ്യൂഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ലക്കത്തെ മൻസൂർ അലി കാപ്പുങ്കൽ സാറിൻ്റെ LDC മോഡൽ ടെസ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2024 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലാവോസ്. 2024 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ലാവോസ്. രണ്ടാമത്തെ ചോദ്യം, മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം സി ആണ്, തളിപ്പറമ്പാണേ. 2024 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 82 ഓപ്ഷൻ എ ആണ് ആൻസർ. 18ാം ലോക്സഭയിലേക്കുള്ള ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്ന ദിവസം ഏത്? ഓപ്ഷൻ സി ആണ്, 2024 ഏപ്രിൽ 19 12ാം ലോക്സഭയിലേക്കുള്ള ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്ന നഗരം? ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്ന നഗരം ഓപ്ഷൻ ബി ആണ്, അഹമ്മദാബാദാണ് ആൻസർ. 27ാം ദേശീയ യുവജനോത്സവം നടന്ന നഗരം? ഓപ്ഷൻ ബി ആണ്, നാസിക്. അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ച സാഡോ സ്വർണ്ണക്കനി ഏത് രാജ്യത്താണ്? ഓപ്ഷൻ സി ആണ്, ജപ്പാനാണ്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ച സാഡോ സ്വർണ്ണക്കനി ജപ്പാനിലാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ആദ്യം മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം? ഓപ്ഷൻ എ ആണ്, കേരളമാണ്. 9, 2023 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാർക്ക്? ഓപ്ഷൻ ബി, ഹരിത സാവിത്രി. 10ാമത്തെ ക്വസ്റ്റ്യൻ, എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം റോക്കറ്റ് വിജയിപ്പിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം റോക്കറ്റ് വിജയിപ്പിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, അഭിനവ് ബിന്ദ്രയാണ്. മലയാളിയായ കെ കൈലാഷ് നാഥൻ ഏത് കേന്ദ്രഭരണ പ്രദേശത്തെ ലഫ്റ്റനന്റ് ഗവർണറായാണ് നിയമിതനായത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പുതുച്ചേരി. കെ കൈലാഷ് നാഥൻ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായാണ് നിയമിതനായത്. 2023 ഏപ്രിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിച്ചത്? ഓപ്ഷൻ സി ആണ് ആൻസർ, 75. ഇന്ത്യയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? ഇന്ത്യയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് കുലശേഖരപട്ടണത്താണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, കുലശേഖരപട്ടണം. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഹരേല ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഉത്തരാഖണ്ഡാണ് ആൻസർ. ഹരേല ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഗഗൻയാൻ മിഷനിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ്, റഷ്യയും ഫ്രാൻസും. RF, റഷ്യ ആൻഡ് ഫ്രാൻസ്. ഗഗൻയാൻ മിഷനിൽ ഇന്ത്യയുമായി സഹകരിക്കുന്നത് റഷ്യയും ഫ്രാൻസും. ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി ഖാഡ്ഗെ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ് ആൻസർ, കേരളമാണ് ആൻസർ, കേരളം. ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഇന്ത്യയിൽ ആദ്യമായി ഖാഡ്ഗെ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. ഭീകരതയ്ക്കെതിരായ ഇന്ത്യ ജപ്പാൻ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ 6ാമത് യോഗം നടന്ന നഗരം? ന്യൂഡൽഹി. ഓപ്ഷൻ സി ആണ് ആൻസർ, ന്യൂഡൽഹി. അടുത്തിടെ ഏത് രാജ്യമാണ് പുതിയ കറൻസിയായ സിഖ് പുറത്തിറക്കിയത്? ആൻസർ ഓപ്ഷൻ സി ആണ്, സിംബാബ്വെയാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി, കേരളമാണ്. അപ്പം പുതിയ കറൻസിയായ സിഖ് പുറത്തിറക്കിയത് ZIG ഉണ്ടോ, ZIG ആണ് പുറത്തിറക്കിയത്. സിംബാബ്വെ അതിൽ തന്നെ ഉണ്ടല്ലോ, സിംബാബ്വെയുടെ ഇങ്ങനെയല്ലേ സ്പെല്ലിങ്, ZIMBAB അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൽ ZI ഓർത്താൽ മതി. കറൻസി പുറത്തിറക്കിയത് സിംബാബ്വെ. ഇന്ത്യയിൽ ആദ്യമായി
സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. തിലക് സ്വരാജ് ഫണ്ട് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിലക് സ്വരാജ് ഫണ്ട് നിസ്സഹകരണ പ്രസ്ഥാനമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. പഞ്ചശീല തത്വങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്, തെറ്റല്ല ചോദിച്ചിരിക്കുന്നത്, ശരിയായ പ്രസ്താവനകൾ. ക്വസ്റ്റ്യനിൽ ഇങ്ങനത്തെ കുണുക്കൊക്കെ കാണും കേട്ടോ. കഴിഞ്ഞ LDC കണ്ടായിരുന്നല്ലോ നിങ്ങൾ ക്വസ്റ്റ്യൻ. അപ്പം ശരിയായത് ഏതാണ് തെറ്റാണെന്ന് പ്രത്യേകം നോക്കിക്കോണം. ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി ആണ്, 2 ഉം 4. അതായത് ശരിയായ പ്രസ്താവനകളല്ല ചോദിച്ചിരിക്കുന്നത്. 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. പിന്നെ ജവഹർലാൽ നെഹ്റു, ചൗ എൻ ലായി എന്നിവർ ഒപ്പുവെച്ച കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ഇത് രണ്ടുമാണ് ശരി. ജനകീയ പരമാധികാരം എന്ന ആശയം ആദ്യമായി മനുഷ്യരാശിക്ക് നൽകിയ വിപ്ലവം. ജനകീയ പരമാധികാരം എന്ന ആശയമേ അത് ആദ്യമായി മനുഷ്യരാശിക്ക് നൽകിയ വിപ്ലവം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ്, ഫ്രഞ്ച് വിപ്ലവമാണ് ആൻസർ. ഫ്രഞ്ച് വിപ്ലവമാണ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, സംസ്ഥാന നിയമസഭയിലും സർക്കാർ ഉദ്യോഗങ്ങളിലും വിവിധ സമുദായങ്ങളുടെ പ്രാതിനിധ്യം ജനസംഖ്യാനുപാതികമായി വേണമെന്നാവശ്യപ്പെട്ട് സംയുക്ത രാഷ്ട്രീയ സമിതി പ്രക്ഷോഭം ആരംഭിച്ചു. ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. സി കേശവൻ, പി കെ കുഞ്ഞ്, ടി കെ മാധവൻ, കെ പി പേശവമേനോൻ എന്നിവർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. അത് തെറ്റാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിച്ച ഭരണാധികാരിയാണ് ശ്രീ മുരളീധരൻ എന്നുള്ളത് തെറ്റി. തിരുവിതാംകൂറിൽ വോട്ടവകാശത്തിന് വേണ്ടി സ്വത്ത് ഉടമസ്ഥതയിൽ ഇളവുകൾ പ്രഖ്യാപിച്ചത് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടായിരുന്നു. ശരിയാണ്. 1 ഉം 4 ആണ് ശരിയായ. ഓപ്ഷൻ സി ആണ് ആൻസർ. കൃതികളും കർത്താക്കളും തമ്മിലുള്ള ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 25ൻ്റെ ആൻസർ ഓപ്ഷൻ എ മാത്രമാണ്. എൻ്റെ നാടുകടത്തൽ അത് മാത്രമാണ്. രാമകൃഷ്ണ പിള്ളയാണ്. പ്രാചീന മലയാളം ശ്രീനാരായണ ഗുരുവല്ല. അഖിലത്തിലോട്ട് അയ്യങ്കാളിയല്ല. വേദാന്തസാരം വാഗ്ബടാനന്ദനല്ല. പ്രാചീന മലയാളം ആരാണ്? പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളാണ്. ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയായ ഐസോടാക്കുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. കാറ്റിന് ഒരേ വേഗമുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവും ചേരുംപടി ചേർക്കുക. സിഡ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? സിഡ്കോയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പോൾ 1 സി വരും. അപ്പോൾ 1 സി വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓപ്ഷനിൽ നോക്കണം. ഓപ്ഷനിൽ നോക്കിയിട്ട് 1 സി, സിഡ്കോയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണെന്ന് അറിയാം എല്ലാവർക്കും, എല്ലാം പഠിച്ചിട്ടുള്ളതാണ് തിരുവനന്തപുരം ജില്ല പഠിക്കുമ്പോൾ. അപ്പോൾ 1ൻ്റെ സി ആണെന്ന് കാണുമ്പോൾ തന്നെ അത് ഈ സിയും ഡിയും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞേക്കണം. ഇതൊക്കെ എലിമിനേഷൻ മെത്തേഡ് വേണം യൂസ് ചെയ്യാൻ ഇവിടെ. ഇനിയുള്ള നമുക്ക് എ ആണോ ബി ആണോ എന്നാണ് അറിയേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ. ഇനി രണ്ടാമത്തെ, മലബാർ സിമൻസ്. മലബാർ സിമൻസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മലബാർ സിമൻസിൻ്റെ ആസ്ഥാനം വാളയാറാണ്. അപ്പം 2 ഓപ്ഷനിലും 2 ബി വന്നിട്ടുണ്ട്. നമ്മളെ കൊടുക്കാൻ തന്നെയാണ് തീരുമാനം ഇവരുടെ. അപ്പോൾ ഇനി എയും ബിയും ഇതിലേതാണെന്നുള്ളത് നമ്മുടെ തർക്കം. ഇനി ഇൻഫോ പാർക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇൻഫോ പാർക്കിൻ്റെ ആസ്ഥാനം അറിയാത്തവരായിട്ട് ആരുമില്ല കേരളത്തിൽ. PSC പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം ഇൻഫോ പാർക്കിൻ്റെ ആസ്ഥാനം എവിടെയാണെന്നുള്ളത്. കാക്കനാട്. സിഡ്കോയുടെ ആസ്ഥാനം ഇൻഫോ പാർക്കിൻ്റെ ആസ്ഥാനം അറിയാമെങ്കിൽ തന്നെ ഉത്തരം നമ്മുടെ കയ്യിലോട്ട് കിട്ടിയത് 3A. അപ്പോൾ ബി സ്വാഭാവികമായിട്ട് നമുക്ക് ബിയും എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നുള്ള ആൻസർ 1 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നിങ്ങൾ ഈ മാച്ച് ദ ഫോളോയിങ് ചില ക്വസ്റ്റ്യനൊക്കെ എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യാവുള്ളേ. പിന്നെ ക്യാപെക്സിൻ്റെ ആസ്ഥാനം കൊല്ലം. സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. സമുദ്രവും സമുദ്രജല പ്രവാഹവും തമ്മിലുള്ള തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ശരിയാണ്. കാലിഫോർണിയ പ്രവാഹം പസഫിക് സമുദ്രത്തിലാണ്. ഇനി നമുക്ക് കാനറീസ് പ്രവാഹം പസഫിക് സമുദ്രമാണോ? അല്ല. കാനറീസ് പ്രവാഹം പസഫിക് സമുദ്രം അല്ല. അഗുൽഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രം, അത് ശരിയാണ്. കാനറീസ് പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ്. അപ്പോൾ ആൻസർ സി ആണ് ഇതിൻ്റെ. തെറ്റായ പ്രവാഹം ഏതാണെന്നല്ല ചോദിച്ചിരിക്കുന്നത്. കാനറീസ് പ്രവാഹം
അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ്. ഇത് കഴിഞ്ഞ ഒരു മോഡൽ ക്വസ്റ്റ്യനിൽ വേറൊരു സ്ട്രീമിനെ പറ്റിയുള്ള ക്വസ്റ്റ്യനിൽ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിനകത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രവാഹങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ക്വസ്റ്റ്യൻ LDCക്കും LGSനൊക്കെ ചോദിക്കാൻ വളരെയേറെ സാധ്യതകളാണിത്. രാജ്യാതിർത്തിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി അസം അതിർത്തി പങ്കിടുന്നു. അത് ശരിയാണ്. ഭൂട്ടാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളുമായി പശ്ചിമ ബംഗാൾ അതിർത്തി പങ്കിടുന്നു. അതും ശരിയാണ്. ബംഗ്ലാദേശ്, മ്യാൻമർ എന്നീ രാജ്യങ്ങളുമായി മിസോറാം അതിർത്തി പങ്കിടുന്നു. അതും ശരിയാണ്. അപ്പം 3ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലം. 34 ക്വസ്റ്റ്യൻ. വിവിധ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നികുതി, പൊതുചെലവ്, പൊതുകടം വാങ്ങൽ എന്നിവ സംബന്ധിച്ച് സർക്കാർ നടപ്പിലാക്കുന്ന നയം. അതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ്. ധനനയമാണ്. ധനനയം കേട്ടോ. ഇന്ത്യയിൽ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ശേഷമുള്ള നിരീക്ഷണങ്ങൾ ചുവടെ അവയിലെ ശരി തെറ്റുകൾ വ്യക്തമാക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ഏത് പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്? ഹരിത വിപ്ലവം എന്നാണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ജില്ലാതല തീവ്ര കാർഷിക പരിപാടി പിൽക്കാലത്ത് അറിയപ്പെട്ടത് ഹരിത വിപ്ലവം എന്ന പേരിലാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായവയാണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിതമായി. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചു. വ്യാവസായിക പുരോഗതി ലക്ഷ്യമിട്ടു. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം എന്നുള്ളത് ശരിയാണ്. ത്രിതീയ മേഖലയുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ തെറ്റായത് കണ്ടെത്തുക. ഇന്ത്യയുടെ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ സാമ്പത്തിക മേഖല. ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല എന്നുള്ളത് തെറ്റാണ്. അപ്പം ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. 35ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 52ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പട്ടിക ഏത്? ആൻസർ ബി ആണ്. 10ാം പട്ടിക. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ നോക്കിയേ. സാധാരണ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും നടപ്പാക്കുന്നതും സാധാരണ നിയമങ്ങളും മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പാക്കുന്നതും രാജ്യത്തെ ഭരണഘടനയാണ്. അതായത് സാധാരണ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും നടപ്പാക്കുന്നതും സാധാരണ നിയമങ്ങളും മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പാക്കുന്നതും രാജ്യത്തെ ഭരണഘടനയുമാണ്. അത് ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി നിയമനിർമ്മാണ സഭകൾക്ക് സാധാരണ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ സാധാരണ അവകാശങ്ങളിലും മൗലികാവകാശങ്ങളിലും മാറ്റം വരുത്താൻ കഴിയും. അത് ശരിയല്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല. ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. ഇച്ചിരി ടഫ് ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ആൻസർ 1ഉം 3ഉം ആണ്. ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. ഏത് മൗലിക അവകാശമാണ് തൊട്ടുകൂടായ്മ നിരോധിക്കുന്നത്? ഓപ്ഷൻ എ ആണ്. സമത്വത്തിനുള്ള അവകാശം. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കുക. 1. സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ രാജ്യത്തെ എല്ലാ കോടതികൾക്കും ബാധകമാണ്. ശരിയാണ്. ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ കഴിയുന്നു. ശരിയാണ്. രാജ്യത്തെ ഏത് കോടതിയിൽ നിന്നും വ്യവഹാരങ്ങൾ കോടതിയിലേക്ക് മാറ്റാം. ശരിയാണ്. ഒരു ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു ഹൈക്കോടതിയിലേക്ക് വ്യവഹാരങ്ങൾ മാറ്റാം. ശരിയാണ്. ഇവയെല്ലാം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ആൻസർ.
തുല്യനീതി ഉറപ്പുവരുത്തുകയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം ചെയ്യുക എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആൻസർ ബി ആണ്, ഓപ്ഷൻ 39. തുല്യനീതി ഉറപ്പുവരുത്തുകയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം ചെയ്യുക എന്നത് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 39 ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വന്ന ദിവസം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 2018 ജനുവരി 1. കേരളത്തിലെ ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ നിയമാനുസൃതമായ ആവശ്യകതകൾക്ക് അനുസൃതമായ നടപടിയെടുക്കാൻ താഴെ പറയുന്ന ഏത് ക്രമത്തിലാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ആൻസർ. തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം, അങ്ങനെയാണ് പോകുന്നത്. കേരളത്തിൽ ഇതുവരെ നിലവിൽ വന്ന ഭരണപരിഷ്കാര കമ്മീഷനുകളുടെ എണ്ണം? ഓപ്ഷൻ ബി ആണ് ആൻസർ. കേരളത്തിൽ ഇതുവരെ നിലവിൽ വന്ന ഭരണപരിഷ്കാര കമ്മീഷനുകളുടെ എണ്ണം 4 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 44ാമത്തെ ക്വസ്റ്റ്യൻ. ഇവയിൽ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ? 1. സംസ്ഥാനത്തെ മുഴുവൻ തണ്ണീർത്തടങ്ങളുടെയും പട്ടിക തയ്യാറാക്കൽ. തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ രൂപപ്പെടുത്തൽ. സംസ്ഥാനത്തിനുള്ളിലെ എല്ലാ തണ്ണീർത്തട അതോറിറ്റികളുടെയും നോഡൽ അതോറിറ്റിയായി പ്രവർത്തിക്കുന്നു. തണ്ണീർത്തടങ്ങളുടെ സമഗ്രമായ ഡിജിറ്റൽ ഡാറ്റ തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വെബ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നു. ഇതിൻ്റെ ആൻസർ വന്നിട്ട് എല്ലാം എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്. ഈ പറഞ്ഞ എല്ലാം ആൻസറാണ്. ഭൂപരിഷ്കരണ റിവ്യൂ ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? ഭൂപരിഷ്കരണ റിവ്യൂ ബോർഡിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കും എപ്പോഴും. ഓപ്ഷൻ സി ആണ് ആൻസർ. റവന്യൂ മിനിസ്റ്ററാണ്. കുഞ്ചൻ നമ്പ്യാർക്ക് തുള്ളൽ പ്രസ്ഥാന രൂപീകരണത്തിന് പ്രചോദനമായ കലാരൂപം ഏത്? ഓപ്ഷൻ എ ആണ്, പടയണി. പടയണിയാണ് ആൻസർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി ആദ്യം മെഡൽ നേടിയ താരം മനു ഭാക്കർ. ഓപ്ഷൻ ബി. മദർ തെരേസ വള്ളംകളി നടക്കുന്നത് ഏത് ജലാശയത്തിലാണ്? ഓപ്ഷൻ എ ആണ്, അച്ചൻകോവിലാർ. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. മദർ അച്ഛൻ, അമ്മ അച്ഛൻ. ഈ മദർ വാട്ടർ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. നമുക്കൊരു മാർക്ക് കിട്ടിയാലേ പറ്റൂ. എഴുത്തുകാരും അവരുടെ തൂലിക നാമങ്ങളും തമ്മിലുള്ള ജോഡികളിൽ തെറ്റായതാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ഇടമുറുക് ടി.സി. ജോസഫ്, അത് ശരിയാണ്. ഇടമുറുക് ടി.സി. ജോസഫ് ശരിയാണ്. കോഴിക്കോടൻ അപ്പുക്കുട്ടൻ നായർ, അത് ശരിയാണ്. മുല്ലനേഴി നീലകണ്ഠൻ നമ്പൂതിരി, അതും ശരിയാണ്. തുളസീവനം പി.കെ. നാരായണപിള്ളയല്ല. അപ്പോൾ ഡി ആണ് തെറ്റായിട്ടുള്ള ആ പെന്നെയും തൂലിക നാമം. തുളസീവനം എന്ന് പറയുന്നത് ആർ രാമേന്ദ്രനാണ്. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാം. ആരുടെ വരികളാണിവ? കുമാരനാശാൻ്റെ ആണ്. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാം. കുമാരനാശാൻ്റെ വരികളാണ്. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് ആരാണ്? സംരക്ഷണ ഉദ്യോഗസ്ഥനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. വിവരാവകാശ നിയമപ്രകാരം ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. അപേക്ഷകൻ്റെ പേര് വെളിപ്പെടുത്തൽ നിർബന്ധമെന്നുള്ളത് ശരിയല്ല, നിർബന്ധമല്ല. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും സേവന വ്യവസ്ഥകളും കാലാവധിയും തീരുമാനിക്കുന്ന ആരാണ്? അവരുടെ സേവന വ്യവസ്ഥകളും കാലാവധിയും തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പരാതിക്കാരൻ എന്നാൽ അതിൻ്റെ നിർവചനമാണ് ചോദിച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്, പ്രായപൂർത്തിയാവാത്ത കുട്ടിയുടെ രക്ഷിതാവ്, ഏതെങ്കിലും ഉൽപ്പന്നം വാങ്ങിച്ച ആൾ, ഇത് എല്ലാം ആവാം. 1, 2, 3 ശരിയാണ്. പോക്സോ ആക്ട് പ്രകാരം മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടെ ഒരു കുട്ടി
ലൈംഗിക അതിക്രമം ചെയ്തെന്ന വ്യാജ പരാതി നൽകിയാൽ കുട്ടിക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ഓപ്ഷൻ ഡി ആണ്. ഒരു ശിക്ഷയും നൽകാൻ പാടില്ല. പോക്സോ ആക്ട് പ്രകാരം മുതിർന്ന വ്യക്തി അപമാനപ്പെടുത്തുന്ന ദുരുദ്ദേശത്തോടെ രക്ഷകർത്താക്കൾ നിർബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുട്ടിയുടെ പേര് കേസ് നടക്കത്തില്ല. UN രാജ്യാന്തര ജൈവ വൈവിധ്യ ദശാബ്ദമായി ആചരിച്ചത് ഓപ്ഷൻ എ ആണ്. 2011 to 20. ശരീരവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ശരിയായവ തിരഞ്ഞെടുക്കുക. ശ്വസനികൾ തരുണാസ്ഥി വലയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു. ശരിയായതാണ്, തെറ്റാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നാസാദ്വാരത്തെയും ഗ്രസനെയും ബന്ധിപ്പിക്കുന്ന പാതയാണ് നാസാഗഹ്വരം. സാംക്രമിക രോഗങ്ങളുടെ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. ഓപ്ഷൻ ബി ആണ്. ആർത്രൈറ്റിസ്. 59. ഇവയിൽ ജീവകം സിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ശരിയാണ്. നാവിക ഡബ്ലേഗർ എന്നറിയപ്പെടുന്ന രോഗത്തിൻ്റെ കാരണം ജീവകം സിയുടെ അപര്യാപ്തത മൂലമുള്ളതാണ്. അത് ശരിയാണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം സി ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം എന്നുള്ളതാണ് തെറ്റായ ഉത്തരം, തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ്. ക്യാൻസർ കണ്ടെത്തുന്നതിന് ഉള്ള ടെസ്റ്റ് ഇവയിൽ ഏതാണ്? ബയോപ്സി. ഓപ്ഷൻ സി ആണ് ആൻസർ, ബയോപ്സി. സൂചനകളിൽ നിന്ന് ആരോഗ്യക്ഷേമ പദ്ധതി തിരിച്ചറിയുക. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി. നയനാമൃതം, പാദസ്പർശം, ശിരസ്, ശ്വാസ് എന്നിവ ഈ പദ്ധതിക്ക് കീഴിലെ ഉപപദ്ധതികളാണ്. അമൃതം ആരോഗ്യം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 62ാമത്തെ ക്വസ്റ്റ്യൻ. ഇവയിൽ സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. രൂപപ്പെടുന്ന പ്രതിബിംബം തലകീഴായതും വസ്തുവിനേക്കാൾ വലുതുമായിരിക്കും. ഓപ്ഷൻ എ ആണ് ആൻസർ. ശരിയായ പ്രസ്താവനകൾ ഏതല്ല? വാഷിംഗ് മെഷീൻ്റെ പ്രവർത്തന തത്വം അപകേന്ദ്ര ബലമാണ്. അപകേന്ദ്ര ബലത്തിൻ്റെ ദിശ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്കാണ്. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം പ്രതല ബലമാണ്. ചൂടാകുമ്പോൾ പ്രതലബലം കുറയുന്നു. ഇത് ശരിയായ പ്രസ്താവനകൾ ബി ആണ്. എല്ലാം ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. 64. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ്. ഓപ്ഷൻ ബി കാൻഡല. 65ാമത്തെ ക്വസ്റ്റ്യൻ. കാർബൺ ഡയോക്സൈഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? കാർബൺ സംയുക്തങ്ങളുടെ അപൂർണ ജ്വലന ഫലമായി ഉണ്ടാകുന്നു. അതാണ് തെറ്റായ പ്രസ്താവന. പ്രാതിനിധ്യ മൂലകങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1, 2 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്നു. ബാഹ്യതമ ഷെല്ലിൽ 1 മുതൽ 8 വരെ ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി 67. ചേരുംപൊടി ചേർക്കുക. ഹൈഡ്രജൻ ആദ്യത്തെ പട്ടികയിൽ ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, നൈട്രജൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇതാണ് ചേർക്കേണ്ട. ഇവിടെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാവേ. ഹൈഡ്രജൻ ഇന്ധനമായിട്ടല്ലേ ഉപയോഗിക്കുന്നത് ഈ കൂട്ടത്തിൽ. ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുമ്പോൾ 1 സി വരും. അപ്പോൾ 1 സി ഉള്ള എടുക്കുക. ഓപ്ഷൻ എയും സിയും ആണ് 1 ഹൈഡ്രജൻ ഇന്ധനം എന്നുള്ള രീതി വരുന്നത്. അപ്പം 1 സി വരുമ്പോൾ ബിയും ഡിയും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും. ഈ ബീനെയും ഡീനെയും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ഇനി നമുക്ക് എയും സിയും ആണെന്ന് നോക്കിയാൽ മതി. ഇനി ഓക്സിജൻ എന്താണ്? ജൈവ വിഘടനം. നമുക്ക് കിട്ടി. സി ആണ് ആൻസർ. എലിമിനേഷൻ മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. ഈ കൂട്ടത്തിൽ ഹൈഡ്രജൻ ഇന്ധനത്തിനാണെന്നുള്ളതെന്ന് നമുക്ക് ലോജിക്ക് വെച്ച് എഴുതാം, അല്ലെങ്കിൽ കോമൺ സെൻസ് മതി. അങ്ങനെ വെച്ചാൽ എലിമിനേഷൻ മെത്തേഡ് വെച്ച് ബിയും ഡിയും കളയാം. പിന്നെ നോക്കുന്ന ഓക്സിജൻ, അറിയാമല്ലോ. ഇനി നൈട്രജൻ്റെ കാര്യം എടുത്ത് നോക്കിയേ. നൈട്രജൻ ശീതീകാരി. അങ്ങനെയുള്ള ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ.
ക്ലോറിൻ അണുനാശിനിയാണ്. അത് പിന്നെ എയിലും സിയിലും അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഈ എലിമിനേഷൻ മെത്തേഡ് വെച്ച് ഉറപ്പായിട്ട് ആൻസർ കണ്ടെത്താവുന്നേ ഉള്ളൂ. ഇനി ഓപ്പൺ ഓഫീസ് കാൽക്ക് ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നു? സ്പ്രെഡ്ഷീറ്റാണ് കേട്ടോ. ഓപ്പൺ ഓഫീസ് കാൽക്ക് സ്പ്രെഡ്ഷീറ്റാണ്. മൊബൈൽ ഫോൺ പോലുള്ള വയർലെസ് ഉപകരണങ്ങളിൽ ഇൻ്റർനെറ്റ് എത്തിക്കുന്ന പ്രോട്ടോകോളാണ് WAP. ഓപ്ഷൻ ബി ആണ് ആൻസർ. വയർലെസ് ആക്സസ് പ്രോട്ടോകോൾ. IT ആക്ടിലെ സെക്ഷൻ 67B പ്രതിപാദിക്കുന്ന കുറ്റകൃത്യം ഏത്? സി ആണ്. കുട്ടികൾ ഉൾപ്പെടുന്ന അശ്ലീല ചിത്രങ്ങൾ, വീഡിയോ എന്നിവ പ്രസിദ്ധീകരിക്കൽ. ഓപ്ഷൻ സി ആണ്. ഈ മോഡൽ എക്സാമിലെ 70 GK ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 10 ഇംഗ്ലീഷ് ഉണ്ട്, 10 മലയാളം ഉണ്ട്, 10 മാത്സ് ഉണ്ട്. അത് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. മുമ്പത്തെ ക്വസ്റ്റ്യൻ അതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും സാറിൻ്റെ ഒരു കോച്ചിങ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വസ്റ്റ്യനാണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ആവശ്യപ്പെട്ടാൽ മാത്രം ചെയ്യാം. ഓക്കെ, താങ്ക് യു.